ആയിരക്കണക്കിന് ഭക്തമനസ്സുകളെ സാക്ഷിയാക്കി 114ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് ഭക്തിനിർഭരമായ സമാപനം. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം വിളംബരം ചെയ്ത് പമ്പാനദീ പൂജയോടും മഹാ ആരതിയോടും കൂടിയാണ് 8 ദിവസത്തെ പരിഷത്ത് അവസാനിച്ചത്. ഹൈന്ദവ ജനതയുടെ ഐക്യത്തിനായുള്ള ആഹ്വാനവുമായി സമാപന സമ്മേളനം ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. പുണ്യനദിയായ പമ്പയുടെ മണൽപ്പുറത്ത് ദീപാരാധനയുടെ പ്രഭ ചൊരിഞ്ഞ സന്ധ്യ. ഒരാഴ്ചയായി നടന്നുവന്ന 114ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് പമ്പാ നദീ പൂജയോടെയും മഹാ ആരതിയോടെയുമാണ് തിരശ്ശീല വീണത്. ദീപങ്ങളാൽ അലങ്കൃതമായ തീരത്ത് വൈദികർ പുണ്യനദിക്ക് ധൂപവും ദീപവും പുഷ്പങ്ങളും അർപ്പിച്ചു. ഭക്തജനങ്ങളുടെ നാമജപങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ നടന്ന പമ്പാ ആരതി ചടങ്ങുകൾക്ക് ഹിന്ദുമത മഹാമണ്ഡലം രക്ഷാധികാരി കുമ്മനം രാജശേഖരൻ, പ്രസിഡന്റ് PS നായർ എന്നിവർ നേതൃത്വം നൽകി. പരിഷത്തിന്റെ സമാപന സമ്മേളനം ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. പൊട്ടിത്തെറിച്ച മാലപ്പടക്കം പോലെ ഛിന്നഭിന്നമായി കിടക്കുന്ന ഹൈന്ദവ ജനത ഒരുമിക്കാൻ തീരുമാനിച്ചാൽ അത് വർഗീയതയാകുന്ന സാഹചര്യമാണ് ഇന്നുള്ളതെന്ന് ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ അഭിപ്രായപ്പെട്ടു. ഹൈന്ദവ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ ആസൂത്രിത ശ്രമങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ചെറുകോൽപ്പുഴ പരിഷത്ത് പോലുള്ള സംഗമങ്ങൾക്ക് പ്രസക്തിയേറുകയാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഹിന്ദുമത മഹാമണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ഹരിദാസ് പറഞ്ഞു. വിവിധ സാമൂഹിക സാംസ്കാരിക നേതാക്കളും വൈദികരും പങ്കെടുത്ത ചടങ്ങ് ഭാരതീയ പൈതൃകത്തിന്റെ ഉജ്ജ്വലമായ സാക്ഷ്യപത്രമായി മാറി. അമൃത ന്യൂസ്, പത്തനംതിട്ട.